ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തലസ്ഥാനത്ത് കേരള സർവകലാശാല വളപ്പിലെ CPM-ന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ വിശദാംശങ്ങൾ തേടി കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന 55 സെന്റ് ഭൂമിയിൽ 40 സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണ് എന്ന പരാതിയിൽ തുടർ നടപടികൾക്ക് തുടക്കമിടുകയാണ് വൈസ് ചാൻസലർ. AKG സെന്ററിന് ഭൂമി നൽകിയത് ഉൾപ്പെടെ കേരള സർവകലാശാലയുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതടക്കമുള്ള നീക്കം ആലോചനയിലുണ്ട്. വിവരങ്ങളുമായി ശാലിനിയുണ്ട്. ശാലിനി, വൈസ് ചാൻസലർക്ക് ലഭിച്ചിട്ടുള്ള പരാതി ചെറിയ പരാതിയല്ല, അനധികൃതമായ അതും കയ്യേറ്റമാണ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം VC വിടുന്ന മട്ടുമില്ല. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണറും സർക്കാരും ഒക്കെ തമ്മിൽ വലിയ രീതിയിലുള്ളൊരു അന്തരം, വലിയ രീതിയിലുള്ള തർക്കങ്ങൾ, വിവാദങ്ങൾ, വിവിധ സർവകലാശാലകളുടെ VC നിയമനത്തിലടക്കം തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു പന്ത് കൂടി VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ കളത്തിലേക്ക് എത്തുന്നത്. കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തോട് ചേർന്നുള്ള 55 സെന്റ് ഭൂമി, അത് AKG സെന്ററിന്റെ പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ പ്രവർത്തിക്കുകയാണ്. അതായത് മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, അത് 15 സെന്റ് ഭൂമി മാത്രമാണ് AKG സെന്ററിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 55 സെന്റ് ഭൂമി അനധികൃതമായി ഇവർ കൈവശം വെച്ചിരിക്കുന്നു. കെട്ടിടം നിർമ്മിച്ചു, അവിടെ പിന്നീട് പാർട്ടി സംസ്ഥാന ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം ഇപ്പോൾ അത് പഠന ഗവേഷണ കേന്ദ്രമാക്കി മാറ്റി. ഇതിനൊന്നും തന്നെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. കൃത്യമായി തന്നെ അതിന് പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിക്കാതെയാണ് CPM അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം വിമർശനമുയർന്നത്. വിവരാവകാശ രേഖയടക്കം ഇത് സംബന്ധിച്ച് പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ വസ്തുവിനടക്കം കരം കൊടുക്കുന്നതടക്കമുള്ള രേഖകളും ഇതുമായി ബന്ധപ്പെട്ട് ചില ഫയലുകളും അന്നേ തന്നെ സെക്രട്ടേറിയറ്റിന്റെ റവന്യൂ വകുപ്പിൽ നിന്ന് കാണാതായ സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഭൂമി അനധികൃതമായി AKG സെന്ററിന്റെ ഭാഗത്ത് കൈവശം വെച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരികെ പിടിക്കാനുള്ള നടപടികൾ സർവകലാശാലയും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി സ്വീകരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വരികയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള യൂണിവേഴ്സിറ്റി VC ഒപ്പം തന്നെ ഗവർണർ അടക്കമുള്ളവരുടെ മുൻപിലേക്ക് നിവേദനവും എത്തിയിരുന്നതിൽ ഗവർണറുടെ മുൻപിലേക്ക് എത്തിയ നിവേദനം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഗവർണർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. വിശദമായ റിപ്പോർട്ട് VCയോട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് VC ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് സർവകലാശാല കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഭൂമി അനധികൃതമായാണോ ഭൂമി കേരള യൂണിവേഴ്സിറ്റിയുടേത് CPM കൈവശം വെച്ചിരിക്കുന്നത്, എത്ര സെന്റ് ഭൂമിയാണ് നിലവിൽ കൈവശം ഉള്ളത്, 15 സെന്റ് എന്ന് പറയുന്നത് എങ്ങനെ 55 സെന്റായി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ രേഖ കണ്ടെത്തണം. ഒപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കമുള്ള ഫയലുകൾ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് VC വിശ്വസിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പന് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ശേഖരിക്കാനും തന്നെ റിപ്പോർട്ട് ചെയ്യാനും അറിയിച്ചിട്ടുള്ളത്. തനിക്ക് ലഭിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് VC ഗവർണർക്ക് നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് തുടർ നടപടികളിലേക്ക് കടക്കുക. നമ്മൾ മനസ്സിലാക്കുന്നത് പാളയം AKG സെന്റർ, കേരള യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഓഫീസുകളും വിവിധ ആസ്ഥാനങ്ങളടക്കം പ്രവർത്തിക്കുന്ന ഭൂമിയോട് ചേർന്ന് തന്നെയാണ് CPM-ന്റെ ഈ ഒരു പഠന ഗവേഷണ കേന്ദ്രം ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അത് അനധികൃതമായി കെട്ടിടം നിർമ്മിച്ചു, ഒപ്പം തന്നെ അനധികൃതമായി ഭൂമി കയ്യേറ്റം ചെയ്തു എന്നതടക്കമുള്ള പരാതികളാണ് രേഖാമൂലം ഇപ്പോൾ ഗവർണർക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. ഇനി VCയുടെ റിപ്പോർട്ട് കൂടി എത്തിയതിന് ശേഷം എന്തായിരിക്കും നടപടി എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതും ഒപ്പം തന്നെ മറ്റ് നടപടികളിലേക്കടക്കം യൂണിവേഴ്സിറ്റിയുടെ ലാൻഡ് തിരിച്ചു പിടിക്കുന്ന അടക്കമുള്ള നടപടികൾ സർവകലാശാലയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. VCക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായും ഈ രേഖകളെല്ലാം ശേഖരിച്ചതിന് ശേഷം അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിക്കും. സിൻഡിക്കേറ്റാണ് ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുന്നത്. പക്ഷേ സിൻഡിക്കേറ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം ഇടത് സിൻഡിക്കേറ്റാണ് ഭരണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടത് സിൻഡിക്കേറ്റിൻ്റെ ആധിപത്യമാണ്. സ്വാഭാവികമായും ഇടത് സർക്കാരിനെതിരെയും CPM-നെതിരെയും അവർ ഏത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അവരുടെ പ്രതികരണം തിരിച്ചാണ് എങ്കിൽ പോലും യൂണിവേഴ്സിറ്റിയുടെ തലവൻ എന്ന നിലയിൽ VC കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും എതിർപ്പ് മറികടന്നുകൊണ്ട് VC ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ സർക്കാർ ഗവർണർ പോരെ മറ്റൊരു തരത്തിലേക്ക് കൂടി ഈ കാര്യത്തിൽ പോകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് താൽക്കാലിക VC നിയമനം, സ്ഥിരം VC നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ കൊമ്പുകോർത്തുകൊണ്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. സുപ്രീം കോടതിയിലെ
അടക്കം ശരി ശാലിനി. നിയമസാധ്യതകൾ തലസ്ഥാനത്ത് കേരള തേടി സർവകലാശാല വളപ്പിലെ CPM-ന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ്. കേരള സർവകലാശാല VC എന്നുള്ളതാണ്. AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന 55 സെന്റ് ഭൂമിയിലാണ്. ഇതിൽ 40 സെന്റ് ഭൂമിയും കയ്യേറ്റ ഭൂമിയാണ് എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. എന്തായാലും VC ഇതിലൊരു തുടർ നടപടിക്ക് തുടക്കം കുറിക്കുന്നു. S. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.